സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. രാവിലെ നമ്മളിത് ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പ് നമ്മുടെ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചത് കേട്ടോ. പരിപ്പ് വേവിച്ചതിന് ശേഷം ആ വേവിച്ച പരിപ്പ് നമ്മുടെ മൺകലത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഈ കലത്തിലേക്ക് ഇട്ടും കഴിഞ്ഞിട്ടാണ് പിന്നെ വേവിക്കുന്നത് കേട്ടോ. സാമ്പാറിന് കഷ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കോവയ്ക്കും അതുപോലെ തന്നെ വഴുതനങ്ങയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മത്തങ്ങയൊക്കെ രമേശ് ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറി ഗ്രോ ബാഗിലൊക്കെ കുറച്ചും കൂടി വളർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെണ്ടയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പറിക്കാം. അപ്പോൾ സാമ്പാറൊക്കെ റെഡി ആയിട്ട് മല്ലിയിലൊക്കെ തൂവി നല്ല സെറ്റാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ രാവിലെ തന്നെ നമ്മൾ കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാൽക്കപ്പ, നാളികേരപ്പാലൊക്കെ ഒഴിച്ചത്. അപ്പോൾ അതും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടൻ പോവാൻ വേണ്ടിയിട്ട് റെഡി ആവണം കേട്ടോ. അപ്പോൾ എപ്പോഴും ഈ മഴയുടെയും വെള്ളത്തിൻ്റെയും ന്യൂസ് കാണൽ തന്നെയാണല്ലോ നമുക്ക് ജോലി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിന് പുറത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു ഭയമാണ് കേട്ടോ തോന്നുന്നത്. കാരണം രമേശ് ചേട്ടന് ഓഫീസുണ്ട്, എനിക്കൊക്കെ അവധിയാണെങ്കിലും രമേശ് ചേട്ടന് പോവാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനെ മഴയൊന്നും പെയ്യുന്നില്ല കേട്ടോ. രാത്രിയാണെങ്കിലും ഒട്ടും തന്നെ മഴ പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. മഴേനെ കുറിച്ച് ചിന്തിച്ചൊക്കെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ കോഴിക്കൂട്ടിൽ നിന്ന് കൊക്കും മേളമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഗാർഗി മുട്ടയിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഗാർഗീനും നിക്കുവിനും കൂടി ഒരു കൂട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഞാൻ തുറന്നു വിടാണ് കേട്ടോ. നിക്കു ആണെങ്കിൽ പിന്നെ മുട്ടയിടില്ലല്ലോ. അപ്പോൾ ഗാർഗി ആണെങ്കിൽ ഇട്ടും കഴിഞ്ഞു. അപ്പോൾ ഇനി അവർ പുറത്തിറങ്ങി കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഗാർഗിക്ക് ഫസ്റ്റ് ചാടണം എന്നുണ്ട്, പക്ഷേ പിന്നെ ഒരു മടി. നിക്കു ചേട്ടൻ ചാടിയിട്ടാവാം ഞാൻ ചാടലെന്നും വിചാരിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നോക്കി. നിക്കുനാണെങ്കിൽ ഗാർഗി ചാടാണെങ്കിൽ ചാടട്ടെ, അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ നിക്കു ചാടി തന്നെ കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബക്കറ്റ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഗാർഗി കൂട്ടിലേക്ക് ചാടാറ് കേട്ടോ. അപ്പോൾ രാത്രി ഈ ഒരു കൂട്ടിൽ ഗാർഗി തന്നെയാണ് കിടക്കുക കേട്ടോ. നിക്കുവിന് അപ്പുറത്തെ കൂട്ടിലാണ് ഇടാറ് കേട്ടോ. അങ്ങനെ കുറേ നേരം ഇങ്ങനെയൊക്കെ നോക്കി നിന്നതിന് ശേഷം നിക്കു തന്നെയാണ് ഫസ്റ്റ് ചാടിയത് കേട്ടോ. പിന്നെയാണ് നമ്മുടെ ഗാർഗി ചാടിയത്. അപ്പോൾ അവൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക ഗാർഗി വരുന്നത് നോക്കിയിട്ട്. അവനും ഒരാൾ കൂടെ ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെ ചിക്കി ചകഞ്ഞൊക്കെ നടക്കാനൊക്കെ ഒരു രസം. അപ്പോൾ അവർ രണ്ടുപേരും പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇതേ നല്ല ഭംഗിയായിട്ട് നമ്മുടെ കട്ട ശംഖുപുഷ്പം ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. മത്തച്ചെടിയാണെങ്കിൽ ഇങ്ങനെ അറ്റം വരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളിക്കാൻ വിട്ടതാണ് അവരെ രണ്ടുപേരെ ഇന്നുണ്ടെങ്കിലും ഗാർഗി ചെന്നും കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഗ്രോ ബാഗിൽ കയറി കിടക്കുകയാണ് ചെയ്യുക. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ മണ്ണിൽ ഇങ്ങനെ കിടന്നും കഴിഞ്ഞിട്ട് കളിക്കാനായിട്ട്. ചെടിയോ പൂവാന്നൊക്കെ വിചാരിച്ചു പോകും ഗാർഗിയിലൊക്കെ എടുപ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. അങ്ങനെ എത്ര മണിക്കൂറാണെന്നറിയോ അങ്ങനെ കിടക്കുക. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അലക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മഴയില്ലാത്ത കാരണം തന്നെ നമുക്ക് മുറ്റത്തിറങ്ങി നിന്നും കഴിഞ്ഞിട്ട് അലക്കറ്റിലൊക്കെ അലക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മുറ്റത്തേക്കേ ഇറങ്ങില്ല. ഇന്നലെയാണെങ്കിൽ നല്ല മഴയായിരുന്നല്ലോ. ഒട്ടും തന്നെ മുറ്റത്തേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ തോന്നുകയില്ല. കട്ടിലുമെന്ന് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് തോന്നില്ല കേട്ടോ. ഇപ്പം നമുക്ക് ഫുൾ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ടി വിയുടെ മുന്നിലിരിക്കുകയാണ്. ഈ ന്യൂസും മറ്റും കണ്ടും കഴിഞ്ഞ് മനസ്സൊക്കെ ആകെ അങ്ങോട്ട് വിഷമിച്ച് പോകും കേട്ടോ. പിന്നെ നമുക്ക് മുൻകരുതലായിട്ട് എന്തൊക്കെ എടുക്കാനായിട്ട് പറ്റും അല്ലേ. നമുക്ക് ഈ പ്രകൃതി തരുന്ന ഓരോ കാര്യങ്ങളിൽ നമ്മളെ കൊണ്ട് മനുഷ്യന്മാരെ കൊണ്ട് പറ്റുന്ന മുൻകരുതലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരമാണ്. അപ്പോൾ അതൊക്കെ ചെയ്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് മാത്രമാണ് ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങളെയൊന്നും അങ്ങനെ ബാധിച്ചിരുന്നില്ല കേട്ടോ. പക്ഷേ മാള ടൗൺ ആ ഒരു ഭാഗത്തൊക്കെ കൂടെയൊക്കെ വെള്ളമൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ പേടിച്ചിരുന്നു കേട്ടോ. അപ്പോഴേക്കും പിന്നെ പിറ്റേ ദിവസത്തേക്ക് അതൊക്കെ മാറിയത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അല്ലെങ്കിൽ കൂടുതലായിട്ട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഇവിടേക്കും വെള്ളമൊക്കെ വരുമായിരുന്നു. അങ്ങനെ പുഴയൊക്കെ ഗതി മാറി ഒഴുകുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം വരുമല്ലോ. അപ്പോൾ ചാലക്കുടി പുഴയിലെ വെള്ളം ഇങ്ങനെ ക്രമാതീതമായിട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയാണ് കേട്ടോ. അയ്യോ അന്നത്തെ പോലെ പറ്റുമോ, അങ്ങനെയൊക്കെ വല്ലതും സംഭവിക്കുമോ എന്നൊക്കെ തോന്നിപ്പോവും കേട്ടോ. കുറേ നേരം നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ആ അർജുൻ്റെ ന്യൂസ് നോക്കി ഇങ്ങനെ ടി വിക്ക് നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വയനാട്ടിലെ ന്യൂസായി. ഇപ്പം ഞങ്ങൾ ചാലക്കുടി പുഴയിലെ ന്യൂസും അതൊക്കെ തന്നെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
ഇനിയുണ്ടല്ലോ ഇത് പച്ചക്കറി വേസ്റ്റാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രമേശേട്ടൻ കുറേ ചുവന്നുള്ളി കൊണ്ടുവന്നിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ ടി വി കാണുന്ന ആ ഒരു ടൈമിൽ ഇങ്ങനെ നന്നാക്കി എടുക്കും. അപ്പോൾ അതിൻ്റെ ആ തോടുകളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ വെണ്ടത്തൈകൾ നല്ല ഭംഗിയായിട്ട് 4 ഇല പരുവായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കടക്കെ കുറച്ചേശ്ശെ ഇട്ടങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്കും നമുക്ക് മണ്ണ് വെട്ടിയിടാം കേട്ടോ. അപ്പോൾ പ്രകൃതി ദുരന്തവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ അല്ലേ? മനുഷ്യന്മാരല്ലേ, ഒരു കാര്യം തന്നെ ഏത് സമയവും നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് അവിടെ പോയി സഹായിച്ചു കൊടുക്കാനോ മറ്റൊക്കെ പറ്റുന്ന ഒരു സ്ഥലമോ കാര്യങ്ങളോ അല്ല. പിന്നെ വെറുതെ നമ്മൾ ഇതിങ്ങനെ നോക്കിയിരുന്ന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്ന എത്ര സമയം എന്ന് വെച്ചിട്ട് ഇരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ജോലി തന്നെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ മഴയും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇനി മഴക്കാരൊക്കെ മാനത്ത് വരുന്നുണ്ട്. അത് വരുന്നതിന് മുൻപ് തന്നെയായിട്ട് വേഗം ഈ വളമൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്കങ്ങോട്ട് മണ്ണിട്ടും കഴിഞ്ഞിട്ട് മൂടിക്കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ ഇടുമല്ലോ. അപ്പോൾ അതിൽ ചെറുനാരങ്ങയുടെ തൊണ്ട് അതുപോലെ പുളി ഇതൊന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ. അതൊന്നും ഇതിനൊന്നും നല്ലതല്ല, ചെടികൾക്കൊന്നും നല്ലതല്ല കേട്ടോ. അപ്പോൾ അതൊന്നും അല്ലാത്ത പുളിരസമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് അതും നമ്മൾ ഇട്ട് കൊടുക്കില്ല കേട്ടോ. ഫുഡ് വേസ്റ്റൊക്കെ നമ്മളിങ്ങനെ പച്ചക്കറി തൈകളുടെ ചുവട്ടിലായിട്ട് ഇടുകയാണെങ്കിൽ അപ്പോൾ തന്നെ പെരിച്ചാഴിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുത്തി മറച്ചൊക്കെ കാട്ടിക്കളയും. പിന്നെ ചെടിയും പോവും, ആകെ പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് ഫുഡ് വേസ്റ്റ് ഒഴികെയുള്ള പച്ചക്കറിയുടെ തോലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണിൽ അത്രയും കാര്യങ്ങൾ ഒഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ നമ്മൾ അതും കൊണ്ടുവന്നു കഴിഞ്ഞ് നമ്മുടെ മുറ്റത്തോ പറമ്പിലോ എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് കഴിഞ്ഞിട്ട് ഓരോ മാലിന്യമായിട്ട് മാറുമല്ലേ. അപ്പോൾ അതിന് പകരം ഇതാവുമ്പോൾ നല്ലൊരു വളം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം 4 ഇല പരുവല്ലേ, ഇനി ഇതങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ 6 ഇലയൊക്കെ അങ്ങോട്ട് വന്നോളും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പിന്നെയും ഇൻട്രസ്റ്റ് ആവും. ഇനിയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളും തോലുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ പച്ചക്കറിക്ക് ഇടണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും കേട്ടോ. പെരുമഴ പെയ്തു തുടങ്ങി പിന്നെ വെയിലൊക്കെ കാണാനായിട്ട് കൊതിയാവാണ് കേട്ടോ. അപ്പം ഇന്ന് മഴ ഒന്ന് മാറി നിൽക്കുകയാണെങ്കിലും ഒട്ടും തന്നെ വെയിലൊന്നും ഇല്ല കേട്ടോ. കാരണം മഴക്കാലിൻ്റേതായിട്ടുള്ളൊരു ഇരുട്ടൊക്കെ തന്നെയാണ് ഏത് സമയവും. നല്ലൊരു വെളിച്ചം പോലും നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തോന്നണം ഇപ്പോൾ ഒരു വെയിലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മഴ മാറിയ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അയൽവക്കത്തൊക്കെ എല്ലാവരും അലക്കുന്നതും കൊട്ടുന്നതുമായിട്ടുള്ള ആ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഉഷാറായിട്ട് ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഈ മഴയൊക്കെ ഒന്ന് നിന്നാൽ തന്നെയാണ് പറ്റുള്ളൂ അല്ലേ. നമുക്ക് പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും പച്ചക്കറി തൈകളോ അല്ലെങ്കിൽ ചെടികളോ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഏതൊരു വിഷമഘട്ടത്തിലാണെങ്കിലും നമുക്ക് ആ തൈകളും പൂക്കളും അല്ലെങ്കിൽ കായ്കളൊക്കെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. നമ്മളിങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ പുല്ല് നിറഞ്ഞ് കിടക്കുന്ന മുറ്റമൊക്കെ ആണെങ്കിൽ അവിടേക്ക് നോക്കുമ്പോൾ സന്തോഷം കിട്ടും, ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ നമുക്കതിൽ നല്ല നല്ല കാര്യങ്ങളാണ് നമ്മുടെ മുറ്റത്തും ചുറ്റുപാടും കാണുന്നത് എങ്കിൽ നമുക്കൊരു മനസ്സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈമൊക്കെ ഒന്ന് മാറ്റി വെച്ചും കഴിഞ്ഞിട്ട് ഈ ചെടികൾക്കിടയിലൊക്കെ നമ്മൾ കുറച്ച് നേരം ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ആ ന്യൂസും മറ്റൊക്കെ കണ്ട് മനസ്സാകെ കലുഷിതമായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ കിടക്കൊക്കെ വന്ന് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിന്തയിൽ നിന്നൊരു വിടുതൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അതാ ഞാൻ ഇങ്ങനെ മണ്ണൊക്കെ വെട്ടിയിട്ട് കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ് ഈ പച്ചക്കറി വേസ്റ്റിൻ്റെ മുകളിലേക്ക്. കാരണം അതിൻ്റെ വേസ്റ്റിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം കണ്ടാൽ മതി നമ്മുടെ കോഴിമക്കൾ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് എല്ലാം വലിച്ചും കഴിഞ്ഞ് പുറത്തോട്ട് വിട്ടു. അപ്പോൾ തൈ വരെ തെറിച്ചു പോകാനിടയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൂർക്കയൊക്കെ നല്ല രീതിക്ക് ആയിട്ടുണ്ടോ ഇന്നലെ കുത്തിയത് എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമഴയാണല്ലോ. അപ്പോൾ ഈ ഗ്രോ ബാഗുകളിൽ വളമൊക്കെ ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഒന്നില്ലെങ്കിൽ പുറത്തേക്ക് തെറിച്ചു പോവും അല്ലെങ്കിൽ ഒഴുകിപ്പോവും. അങ്ങനെയൊക്കെയുള്ള ഒരു മഴയാണ് പെയ്യുന്നത്. എന്നാലും നമ്മൾ എന്നും വന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ആ ചെടികൾക്കൊരു ഉഷാറാണ്. എന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഇതിൽ അവരൊക്കെ നല്ല ആഞ്ഞു പിടിച്ചും കഴിഞ്ഞ് വലുതാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. നമുക്ക് ഒരുപാട് കൂട്ടുകാർ എന്നും പുതുതായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.